അതൊരു കണ്ടന്റിന് വേണ്ടി മാത്രം ഇട്ടതാണ്. ഇതില് ആക്ച്വലി 1% പോലും സത്യമില്ല. അവളുടെ ഐഡിയ ആണ് ഫുള്ള്. ഈ ടെസ്റ്റിംഗ് എന്നുള്ളത് എന്റെ ഐഡിയ ആണ്, പക്ഷെ ആ ടിൻഡർ എന്നുള്ള കോൺസെപ്റ്റ് ആളുടെ ഐഡിയ ആണ്. ഹായ് ലീന. ഹായ് ക്രിസ്റ്റി. ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ? റിപ്ലൈ നെഗറ്റീവ് ആണെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ മതി. ഇത് ഒരുപാട് ഹർട്ടാവും. ഹർട്ടാവോ? സോ will you be my girlfriend? Yes. Kalaman kalayalile gulab jamun gulab jamun gulab jamun gulab jamun sagini mun jilanjikun jilolam den jilede. ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇൻഫ്ലുവൻസർ ആവണം, പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഈ റീലും ആൾക്ക് അയച്ചു കൊടുത്ത ആൾ ഇട്ടോളം പറഞ്ഞിട്ട് ഇട്ടതാണ്. പക്ഷേ കമന്റ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത് ഇങ്ങനെ വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മളിടുന്ന വീഡിയോയുടെ സ്വഭാവം അറിയാലോ, നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. അത് ഓൾറെഡി എനിക്കറിയാം. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണക്ക് സംഭവിച്ചു. ഏറ്റവും ഹേർട്ട് ചെയ്ത മെസ്സേജ് പറഞ്ഞാൽ ഞാൻ ആളെ ഭയങ്കര ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ആൾക്ക് വരുന്നത് പറഞ്ഞാൽ യു ഡിസേർവ് ബെറ്റർ, ഇങ്ങനത്തെ ഒരു പെണ്ണല്ല, ആൾ നിങ്ങനെ ലിറ്ററലി യൂസ് ചെയ്യാണ്, നിനക്ക് മനസ്സിലാവുന്നില്ലേ, അങ്ങനത്തെ ആൾക്ക് അങ്ങനത്തെ മെസ്സേജ് അറിയാം. എനിക്ക് ഫുൾ ലിറ്ററലി എന്നെ ചീത്ത വെച്ചിട്ട് വരുന്നത്, നിനക്കൊന്നും നാണല്ലേ ഇങ്ങനെ ഒരാൾക്ക് ആളുടെ ഊറ്റിയെടുത്ത് ജീവിക്കാൻ. ആക്ച്വലി അങ്ങനെ ഞാൻ ഇതുവരെ ക്യാഷ് വൈസോ അങ്ങനെ ഒന്നും ചിലവാക്കിയിട്ടില്ല. ഞങ്ങളെപ്പോഴും ബില്ല് സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആൾ ലിറ്ററലി ഇങ്ങനെ ചിലർക്ക് എമൗണ്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, നീ അവനെ കൊണ്ട് ഇത്ര പൈസ ചിലവാക്കിച്ചില്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്രയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ മാത്രം ജസ്റ്റ് ഒരു കണ്ടന്റ് ആയിട്ടല്ലേ കാണണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒക്കെ ഒരു വിഷമം തോന്നിയിരുന്നു, പിന്നെ അത് ശീലമായി. ഈ വീഡിയോ വൈറലായ സമയത്ത് ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം വീട്ടിൽ ഞാൻ പോയപ്പോൾ ഓഫ് കോഴ്സ് മമ്മിയാണെങ്കിൽ എന്നോട് പറഞ്ഞു, എന്തുകൂടെ കാണിച്ചു വെച്ചേക്കുന്നത്, നാട്ടുകാരിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഇത് കണ്ടന്റ് മാത്രമാണ്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അങ്ങനെ മമ്മിയെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അവരെല്ലാം കൂളായി, ഓക്കെ ആയി. ബന്ധുക്കൾ അങ്ങനെ കുറെ പരിപാടിയില്ല. അവരിങ്ങനെ ഇടയ്ക്ക് നമ്മോട് ഞാൻ ചോദിക്കും, മോള് ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് മോളെന്തെങ്കിലും നടക്കുന്നത് അമ്മ. അത് ചിലപ്പോൾ എനിക്ക് ഹേർട്ട്, അമ്മ ഇങ്ങനെ എന്നോടൊന്ന് പറയും, അവരിങ്ങനെ ചോദിച്ചു ഇവരിങ്ങനെ ചോദിച്ചു. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഹേർട്ട് ആവാറുണ്ട്. കാരണം നമ്മുടെ പാരൻസിന് ഇല്ലാത്ത വിഷമമാണ് ഇവർക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയതാണ് ഞാൻ ഇങ്ങനെ ഊറ്റി ജീവിക്കുക. ബിക്കോസ് നമ്മൾ ലിറ്ററലി എല്ലാ ബില്ലും ഒരു ഡേറ്റിംഗ് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ നമ്മളിരുന്നിട്ട് ആളെ എത്രക്ക് ജി പേ ചെയ്തു, ഞാൻ എത്ര ജി പേ ചെയ്തു എന്ന് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ആളെ നിങ്ങൾ കൂടുതൽ പൈസ ചിലവാക്കണമെങ്കിൽ ഞാൻ ലിറ്ററലി ആൾക്ക് അയച്ചു കൊടുക്കും. ഒരുപാട് ആൾക്കാർ പറഞ്ഞു, എടാ നീ ഇങ്ങനെ കാശ് കൊണ്ട് വേസ്റ്റ് ആക്കല്ലോ, പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. ഒരു നമ്മുടെ കേരളത്തിലൊരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനന്റ് സൊസൈറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗേളിന്റെ ഡ്രീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗേളിനെ കൂടെ നിൽക്കുന്ന ഒരു ബോയ് അപ്പൊ പെൺകോന്തനാക്കി ലിറ്ററലി എങ്ങനെ പോയാലും അവനൊരു അടിമ അല്ലെങ്കിൽ ഒരു പെൺകോന്തൻ ആ ഒരു നിലയിലാണ് ആൾക്കാർ കാണുന്നത്. ലൈക്ക് അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ലൈക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു അടിമത്തോ അതൊരു പാർട്ട്ണർഷിപ്പാണ്, മനസ്സിലായില്ലേ? അത് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടായിരുന്നു. ലൈക്ക് അത് ഭയങ്കര എനിക്കിപ്പോഴും മൈൻഡിലുണ്ട്. ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അവന് അത്ര ഇഷ്ടമായിട്ടായിരിക്കും കൂടെ നിൽക്കുന്നുണ്ടാവും. അത് മനസ്സിലാക്കാതെ ഈ അടിമ എന്നൊക്കെ കാണുന്ന. ഹലോ ഹായ് എവരിവൺ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് കൃഷ്ണപ്രിയ ആൻഡ് ബ്രിൻഡോ. കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരാണ് ട്രെൻഡിങ്. ഇനി കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മാത്രമാണ് ട്രെൻഡിങ്. എന്ത് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുമ്പോൾ? സന്തോഷം തോന്നുന്നു, വളരെ സന്തോഷം തോന്നുന്നു. ഒരു വെറൈറ്റി കോണ്ടന്റ് ചെയ്തിട്ടാണ് വൈറലായിരിക്കുന്നത്. അതെങ്ങനെ ആ ഒരു ഐഡിയ കിട്ടി? ആരുടെ ഐഡിയ ആയിരുന്നു? അവളുടെ ഐഡിയ ആണ് ഫുള്ള്. ഈ ടെസ്റ്റിംഗ് എന്നുള്ളത് എന്റെ ഐഡിയ ആണ്, പക്ഷെ ആ ടിൻഡർ എന്നുള്ള കോൺസെപ്റ്റ് ആളുടെ ഐഡിയ ആണ്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ വിചാരിക്കുന്നേ ഒന്നും അറിയാത്ത ഒരാളെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ ശരിക്കും ഇങ്ങനെയൊന്നുമല്ല കഥ. ഇങ്ങനൊന്നുമല്ല. ആ കഥ പറ. ഞങ്ങള് സംസാരിക്കുന്ന ഇൻസ്റ്റാഗ്രാം വഴിയാ. അതെന്ന് വെച്ചാല് എന്റെ ഫീഡില് ആളുടെ റീൽസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോപ്പ് ആയി വരും. അപ്പൊ ഞാൻ ഇങ്ങനെ, എനിക്ക് അന്ന് വലിയ ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അന്ന് എന്തോ 6K സംതിങ് ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആൾക്ക് 40 something K ഫോളോവേഴ്സ്. എനിക്ക് ആളുടെ ചിരി ഭയങ്കര ഇഷ്ടമായിരുന്നു റീൽസ് ഒക്കെ കാണുമ്പോൾ. അപ്പൊ ഞാൻ എന്നിട്ട് മെസ്സേജ് അയച്ചാലോന്ന് ആലോചിക്കും. പക്ഷെ ഞാൻ പിന്നെ ആലോചിക്കും ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, നമുക്ക് റിപ്ലൈ ഒന്നും തരില്ല. ഞാൻ പിന്നെ ബാക്ക് ഓഫ് ചെയ്തു മെസ്സേജ് അയക്കണ്ടായിട്ട്. പക്ഷെ റീൽസ് ഇങ്ങനെ പോപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തു, ഒരു വട്ടം ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം. പോയൊരു മെസ്സേജ് കിട്ടിയ ഒരു കണക്ഷൻ കിട്ടില്ല എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേക്കില്ല, ഹായ് ക്യാൻ വി ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. പിറ്റേ ദിവസം ആൾ റിപ്ലൈ ഇട്ടു ഹായ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംസാരിച്ച് തുടങ്ങി. നമ്മൾ പിന്നെ മീറ്റ് ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഒരു കണക്ഷനിൽ എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇല്ല, പക്ഷെ മീറ്റ് ചെയ്തപ്പോൾ ഒരു ലൈക്ക് ഭയങ്കര സെയിം വൈബാണ്, ഒരു ക്രഷ് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആളോട്. അപ്പൊ പിന്നെ എന്താ പറയാനുള്ളേ? എനിക്കിത് തന്നെ കുറെ മെസ്സേജ് വരാറുണ്ടോ? അപ്പൊ വേറെ കുറെ ഗേൾസിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടോ? അതിന്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് കണ്ടായിരുന്നു. പിന്നെ പ്രൊഫൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചത് കൊളാബോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ ഹായ് അയച്ച് പെട്ടെന്ന് സെറ്റായി. ഞങ്ങള് വൈബ് പെട്ടെന്ന് സെറ്റായി. അങ്ങനെ മീറ്റാക്കി.
ബ്രോ ആദ്യം റീൽ ഇട്ടപ്പോ അതധികം വൈറലായില്ലെന്ന് തോന്നുന്നു, അങ്ങനെ കുറെ ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, അതും വൈറലായി. അത് ഏകദേശം ഞാൻ എന്ത് റീലിട്ടെ, കുറെ ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു, അത് കണ്ടായിരുന്നോ? ആദ്യത്തെ ഒരു റീല് അധികം റീച്ച് ആയില്ല, പക്ഷെ കൃഷ്ണപ്രിയയുടെ ബോയ് ഫ്രണ്ട് ഇവൻ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനല്ലേ ഫസ്റ്റ് റീലിട്ട ആണ് ഇവളെ ഫസ്റ്റ് റീലിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ചെലവ് ചുരുക്കാം എന്ന് അത് വേറെ കോൺസെപ്റ്റ്, ഇതുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ അത് വൈറലായി. അത് 6 ലക്ഷം ആൾക്കാർ കണ്ട്. 1 മില്യൺ അടിച്ചില്ല, 6 ലക്ഷം ആൾക്കാർ കണ്ട്. ഓക്കെ. എന്നിട്ട് നെഗറ്റീവ് കമന്റിനെ എങ്ങനെ നോക്കി കാണുന്നത്? അല്ല, ഇപ്പം നമ്മളിടുന്ന വീഡിയോയുടെ സ്വഭാവം അറിയാലോ, നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. അത് ഓൾറെഡി എനിക്കറിയാം. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണക്ക് സംഭവിച്ചു. നെഗറ്റീവ് കമന്റ് എല്ലാവരും ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി, പുറത്തിറങ്ങുമ്പോഴൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇൻഫ്ലുവൻസർ ആവണം. പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആള് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എന്താ ലൈക്ക് ഞാൻ എന്ത് റീലും എഡിറ്റ് ചെയ്താലും ആൾക്ക് അയച്ചു കൊടുക്കും. ഈ റീലും ആൾക്ക് അയച്ചു കൊടുത്ത ആൾ ഇട്ടോളം പറഞ്ഞിട്ട് ഇട്ടതാണ്. പക്ഷെ കമന്റ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത് ഇങ്ങനെ വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതായിട്ട് ഭയങ്കര കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഡിലീറ്റ് ആക്കണോ, എന്താ അവസ്ഥ? അപ്പോൾ അവൻ പറഞ്ഞു ഇതിങ്ങനെയാണ്, ഇപ്പോഴും നെഗറ്റീവ് കമന്റ് വന്നാലും നമുക്കത് ഫ്യൂച്ചറിൽ പോസിറ്റീവ് ആക്കാൻ പറ്റും, നീ അത് ഇട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കോൺഫിഡൻസ് വന്നു, ഓക്കെ ഫൈൻ. പിന്നെ കണ്ടുകൊണ്ട് പിന്നെ ശീലം നെഗറ്റീവ് കമന്റ് മാത്രമേ വരും. മെസ്സേജസ് ആണ് നമ്മളെ ചീത്ത കളിച്ചിട്ട് മെസ്സേജ് വരും. അപ്പോൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഏറ്റവും ഹേർട്ട് ചെയ്തൊരു മെസ്സേജ് എന്തായിരുന്നു? ഏറ്റവും ഹേർട്ട് ചെയ്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ആളെ ഭയങ്കര ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ആൾക്ക് വരുന്നത് പറഞ്ഞാൽ യു ഡിസേർവ് ബെറ്റർ, ഇങ്ങനത്തെ ഒരു പെണ്ണല്ല, ആൾ നിന്നെ ലിറ്ററലി യൂസ് ചെയ്യാണ്, നിനക്ക് മനസ്സിലാവുന്നില്ലേ, അങ്ങനത്തെ ആൾക്ക് അങ്ങനത്തെ മെസ്സേജ് അറിയാം. എനിക്ക് ലിറ്ററലി എന്നെ ചീത്ത വെച്ചിട്ട് വരുന്നത്, നിനക്കൊന്നും നാണല്ലേ ഇങ്ങനെ ഒരാൾക്ക് ആളുടെ ഊറ്റിയെടുത്ത് ജീവിക്കാൻ. ആക്ച്വലി അങ്ങനെ ഞാൻ ഇതുവരെ ക്യാഷ് വൈസോ അങ്ങനെ ഒന്നും ചിലവാക്കിയിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ബില്ല് സ്പ്ലിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ നല്ല ഫുഡ് കഴിക്കും, ഞങ്ങൾ നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ആ ഒരു എമൗണ്ട് എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് പരസ്പരം ഡിവൈഡ് ചെയ്യും. ഇതുവരെ അങ്ങനെയാണ്. ലൈക്ക് ഞാനൊരു കണ്ടന്റിന് വേണ്ടി മാത്രം ഇട്ടതാണ്. ഇതില് ആക്ച്വലി 1% പോലും സത്യമില്ല, ഫുള്ള് കണ്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ഷെയർ ചെയ്ത് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാള് അവരത് അങ്ങനെ കാണാതെ ഇത്രയും വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ കാണുന്നത്. ലൈക്ക് ഇതൊക്കെ ഭയങ്കര എന്തോ അന്താരാഷ്ട്ര വിഷയം എന്നുള്ള രീതിയിലാണ് മെസ്സേജ് അയക്കണതും. ആൾ ലിറ്ററലി ഇങ്ങനെ ചിലർക്ക് എമൗണ്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, നീ അവനെ കൊണ്ട് ഇത്ര പൈസ ചെലവാക്കിച്ചില്ലേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്രയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ മാത്രം ജസ്റ്റ് ഒരു കണ്ടന്റ് ആയിട്ടല്ലേ കാണണ്ടേ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒക്കെ ഒരു വിഷമം തോന്നിയിരുന്നു, പിന്നെ അത് ശീലമായി. ഇപ്പൊ അങ്ങോട്ട് ശീലമായി. ഓക്കെ. ഇതപ്പോ എന്താണ് പേഴ്സണൽ ആയിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഇല്ല, മെസ്സേജസ് റിപ്ലൈ, കമന്റ്സിന് ചിലതൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കണം തോന്നുന്നത് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അല്ലാതെ ഒന്നും പറയാനില്ല. ഇനി ഇതൊക്കെ നിങ്ങളുടെ ഡ്രാമ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാവോ? അതിപ്പോ ഇന്റർവ്യൂ കൂടെ മനസ്സിലാവില്ല എന്തായാലും. ഓക്കെ. അതല്ലാതെ നിങ്ങൾ പേഴ്സണലി ചെയ്യുന്നുണ്ടോ ഇതിനെ പറ്റി? ഇപ്പൊ അതിനെ പറ്റി തോട്ടില്ല, കാരണം ഇതൊന്നും നമ്മൾ സംഭവം സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇനി ടെസ്റ്റിന് ഇനിയുണ്ടോ? ടെസ്റ്റിംഗ് അല്ല, ഒരു എൻഡ് കൊടുക്കണ്ടേ ഇതിന്. ഇതിപ്പോ ഒരു പകുതി പ്രപ്പോസ് വരെ എത്തി നിൽക്കുക, അതിനൊരു പ്രോപ്പർ എൻഡിങ് ഇത് അവസാനിപ്പിക്കണമെന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി കണ്ടിന്യൂ ചെയ്യും. ടെസ്റ്റിംഗിൽ അങ്ങനെ അല്ലെങ്കിലും സിമിലർ ടു ദാറ്റ്. ഇപ്പൊ നമ്മൾ കുറെ വെറൈറ്റി ടെസ്റ്റ് കണ്ടു, ഇനി എന്തൊക്കെ ടെസ്റ്റ് ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം? ഇനിയിപ്പോ എന്റെ ഒരു പ്ലാൻ അനുസരിച്ച് പ്രപ്പോസ് ടെസ്റ്റ് ഉണ്ടാവും, ഹസ്ബൻഡ് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാവരും കാത്തിരിക്കുന്നത് അതൊക്കെയാണെന്ന് തോന്നുന്നു. കമന്റ്സ് വായിക്കുമ്പോഴേ ഇനി എന്തൊക്കെ ടെസ്റ്റ് വരാം അത് മാത്രമേ ആൾക്കാർക്ക് അറിയണ്ടുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ട് എത്ര നാളായി കാണും? റിലേഷൻ 2 മാസമായിട്ടുള്ള പരിചയപ്പെട്ടിട്ട്. അപ്പൊ ഫസ്റ്റ് മീറ്റ് തന്നെ ആയിരുന്നു ആ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്? അതിന് മുന്നേ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്? അതെവിടെയായിരുന്നു? അത് നമ്മൾ ഏപ്രിലാണ്, നമ്മൾ ഫസ്റ്റ് വീക്കിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യണത്. അത് നമ്മൾ നോർമലി ഗ്രിൽ എക്സിൽ പോയി അവിടെ ലുലുമോളിൽ ഞായിരുന്നു ജസ്റ്റ് മീറ്റ് ചെയ്ത് കാഷ്വൽ ആയിട്ട് സംസാരിച്ച് വൈബൊക്കെ ഓക്കെ ആണെന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ എല്ലാ സൺഡേ മീറ്റ് ചെയ്യും. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ നോർമൽ വ്ളോഗ്സ് ആയിട്ടിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, അത് വലിയ രീതിയിൽ റീച്ച് തരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാ സൺഡേ ആളും മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്നൊരു വ്ളോഗാക്കി ഇട്ടാൽ എന്താണെന്ന് എനിക്കൊരു തോട്ട് വന്നു. അതിൽ തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ട് ഞാൻ ടെസ്റ്റിങ് ആഡ് ചെയ്തു. പിന്നെ ആളുടെ വക ടിൻഡറിന് ഒരു ഹൂക്ക് കൊടുത്താലുള്ള എന്നോട് പറഞ്ഞത് ആളാണ്. അങ്ങനെ ഹൂക്കും കൊടുത്ത് സംഭവം. ഇതിനു മുന്നേ വല്ല ഡേറ്റിനും പോയിട്ടുണ്ടോ? ഇല്ല. ടിൻഡർ എന്ന് പറഞ്ഞൊരു ഐഡിയ വന്നത് അതൊരു 18+ ആയിട്ട് ആൾക്കാർ കണക്കാക്കുമല്ലോ. അപ്പം പെട്ടെന്ന് ആൾക്കാർ റീച്ച് കയറും. ആ ഒരു ഇതിന് വേണ്ടി ഞാൻ ചെയ്തു. റീച്ച് ആവണം തന്നെയായിരുന്നു ലക്ഷ്യം. കാരണം എന്തായാലും വീഡിയോ ഇടുന്നില്ലേ, എഫർട്ട് ഇട്ട് റീച്ച് ആവണമല്ലോ. കൃഷ്ണപ്രിയയുടെ ഫസ്റ്റ് ഡേറ്റ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ്. ഞാനിങ്ങനെ ഡേറ്റിങ്ങിന് അങ്ങനെ പോവാറില്ല സത്യം പറഞ്ഞ. അപ്പോൾ ആള് മീറ്റ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ പോയി. ലിറ്ററലി എൻ്റെ ഒരു ഫസ്റ്റ് പ്രോപ്പർ റിലേഷൻ മോഡുള്ള ഒരു സംഭവമാണ് ആളുമായിട്ട്.
പക്ഷെ ആൾക്കാരങ്ങോട്ട് വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. വല്ലാണ്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ലൈക്ക് എനിക്ക് തന്നെയാ പണി എന്ന് പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ലൈക്ക് ചിലർ ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ലൈക്ക് ഒന്നും അറിയാണ്ട് ഒരാളെ പറ്റി ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫ് ഓപ്പൺ ആണ്, നമ്മൾ ആ ക്രിട്ടിസൈസത്തിന് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്, അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം കമന്റ്സ്. അത്ര ഞാൻ പിന്നെ ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ. ഇനിയിപ്പോ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുവാണെങ്കിൽ രണ്ടുപേരുടെയും ഫസ്റ്റത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കുമോ? ഫസ്റ്റിലത്തെ അല്ല, പക്ഷേ നല്ലൊരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ഇത് തന്നെ ആയിരിക്കും. ഓക്കെ. ഇതിന് മുന്നേ ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടോ? ആ തനിക്കോ? അവളടങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. അല്ല, അതൊരു പ്രോപ്പർ അല്ലായിരുന്നു. ലൈക്ക് ഒരു ഇത്രയും ഇത് അടിപൊളിയൊന്നും അല്ലായിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടാ? എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രോപ്പർ റിലേഷൻ ഞാനാണ്. മുമ്പ് ഗേൾ ഫ്രണ്ട് എന്തോ ഉണ്ടായിട്ടുണ്ട്, ആള് യുക്രൈനിൽ എന്തോ പഠിച്ചേ, അങ്ങനെ എന്തോ ഒരു ഗേൾ ഫ്രണ്ട്. അത് പക്ഷെ വലിയ ഇതായിട്ടൊന്നും പോയിട്ടില്ല. എന്തായിരുന്നു ആ യുക്രൈൻ സ്റ്റോറി? അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ കോളേജ് അറിയാവുന്ന ഒരു പെങ്കുച്ചായിരുന്നു. അതങ്ങനെ ആ പെങ്കുച്ച് വേറെ കല്യാണം കഴിച്ചു പോയി. വേറെ കല്യാണം കഴിച്ചു. കൃഷ്ണപ്രിയക്ക് എന്തായാലും ഫസ്റ്റ് റിലേഷൻ ആയിരിക്കും. എന്റെ ഫസ്റ്റ് പ്രോപ്പർ റിലേഷൻ ആയിരുന്നു. അതുവരെ എനിക്ക് അങ്ങനെ ക്രഷ് തോന്നും അല്ലെങ്കിൽ ആൾക്കിങ്ങനെ ക്രഷ് അങ്ങനെയൊന്നും സെറ്റ് ആവാറില്ലായിരുന്നു. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർ ആളാണ് ഞാൻ. ഇപ്പൊ ബ്രിൻഡോക്ക് മെസ്സേജ് അയച്ച പോലെ വേറെ ആരോടെങ്കിലും ഇങ്ങനെ ക്രഷ് തോന്നിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോപ്പപ്പ് ആയി വന്നിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ കൊള്ളാന്ന് തോന്നിയിട്ട് ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അത് ഉണ്ടായിരുന്നു. കേട്ടാ? അതിപ്പോഴല്ല, കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ആളെ റിപ്ലൈയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് റിലേഷൻ മോഡിൽ അത് പിന്നെ പോയില്ല. അതെന്തോ ലൈക്ക് മാച്ചിങ് ആയില്ല, കുറെ ഡിഫറൻസസ് ഉണ്ടായിരുന്നു നമ്മുടെ ടോക്കിങ്ങിലൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ മീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതങ്ങനെ പോയി. നമ്മൾ പിന്നെ നമുക്കൊരു എല്ലാവർക്കും ഒരു പാർട്ട്ണറെ ഫൈൻഡ് ചെയ്യണം. കാരണം എല്ലാവരും ഇങ്ങനെ പാർട്ട്ണറായിട്ട് നടക്കുമ്പോൾ ലൈക്ക് എനിക്ക് മാത്രം ഇതില്ലാത്ത ലൈക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന രീതിയിൽ ആ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രോപ്പറായിട്ട് സെറ്റ് ആയതാണ്. പക്ഷെ ശരിക്കും ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ ഇത്രയും ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? ജസ്റ്റ് കണ്ടന്റ് അല്ലേ? അല്ലാതെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഞാൻ ഫസ്റ്റ് മീറ്റിൽ ആളെ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ ലിറ്ററലി എനിക്ക് ആളിപ്പോൾ ഈ എലവേറ്ററിൽ കയറുമ്പോഴായാലും ആളിതൊക്കെ ലിറ്ററലി ചെയ്ത് എന്നെ കാണിച്ച സംഭവമാണ്. അപ്പൊ ഞാൻ ഈ ടെസ്റ്റ് ഒക്കെ ലൈക്ക് വൺ ഓർ ദി അതർ വേ ആള് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ടെസ്റ്റ് കണ്ടന്റ് എടുത്തത്. ഓക്കെ. ഇപ്പൊ വീഡിയോ റീച്ചായി, വീട്ടിലെല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ റെസ്പോൺസ്? ഈ വീഡിയോ വൈറലായ സമയത്ത് ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം വീട്ടിൽ ഞാൻ പോയപ്പോ ഓഫ് കോഴ്സ് മമ്മിയാണെങ്കിൽ എന്നോട് പറഞ്ഞു എന്തുകൂടെ കാണിച്ചു വെച്ചേക്കുന്നത്, നാട്ടുകാരിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഇത് കണ്ടന്റ് മാത്രമാ, പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല. അങ്ങനെ മമ്മിയെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അവരെല്ലാം ഓക്കെ. എന്റെ അമ്മയെ ഫസ്റ്റ് അറിയുന്നത്. അപ്പൊ അമ്മ എങ്ങനെ അറിഞ്ഞേ? അമ്മയുടെ ഫ്രണ്ട്സ് എന്റെ കുറെ ട്രോൾ വീഡിയോ വെച്ചിട്ടാണ് മമ്മ അറിയുന്നത്. പിന്നെ അമ്മ എന്ന് പറഞ്ഞ മമ്മ ഒരു ചെറിയ യൂട്യൂബർ ആണ് ഓൾറെഡി. അപ്പൊ മമ്മയ്ക്ക് ആ ഒരു സെൻസ് ഉണ്ട്. അപ്പൊ അമ്മ ഫസ്റ്റ് ചോദിച്ചു ഇതുകൊണ്ട് നിന്റെ ഫ്യൂച്ചറിന് ഒരു കുഴപ്പവും വരരുത്, നീ ഓക്കെ ആയാൽ മതി, നീ ഒന്ന് റിഗ്രറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു എന്റെ പേരിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ ചെയ്യില്ല. അപ്പൊ ആള് പിന്നെ തന്നെ ഓക്കെ ആയി. ആൾക്ക് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെ അടുത്തൊന്നും വരില്ലേ, ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ചെയ്യരുത്. നമുക്കിപ്പോ ഒരു റിലേഷൻഷിപ്പ് ആയാലും എത്ര നാൾ മുന്നോട്ട് പോകുന്ന അറിയില്ല, നമ്മുടെ ഫ്യൂച്ചറാണ്. സോ അപ്പോ അത് ഈ ഒരു കണ്ടന്റ് ചെയ്തതിന്റെ പേരിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്ന രണ്ടുപേർക്കും തോന്നുന്നുണ്ടോ? ഇല്ല, നാളെ ഇനി ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലും നാളെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ലൈക്ക് പാസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ഒരാൾ മതി. അത് കാരണം ഈ കണ്ടന്റ് ഒക്കെ ഇവിടെ തന്നെ കാണും. എല്ലാവർക്കും ഓരോരോ പാസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഈ ഒരു പാസ്റ്റ് പബ്ലിക്കായിട്ട് നിൽക്കുന്നു. അപ്പം അക്സെപ്റ്റ് ചെയ്ത് വരുന്നവരെ ചൂസ് ചെയ്താൽ പോരെ. ഞാൻ ചുമ്മാ ഒരു ടാസ്ക് തരട്ടെ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്യാവോ? ഹായ് ലീന. ഞാൻ എലീന എന്ന് വിളിക്കുന്ന കേട്ടോ. ആണോ? ആ ഓക്കെ. ലീന. ഞാൻ ക്രിസ്റ്റീന വിളിക്കുന്നത്. പ്രൊപ്പോസിന് മുന്നേ ആ രണ്ട് സ്റ്റോറിയും കൂടെ നമുക്ക് പറയാം. ആ പേരെങ്ങനെ വന്നത്? കൃഷ്ണപ്രിയ എന്ന് ഭയങ്കര ലോങ് അല്ലേ? ഹേ കൃഷ്ണപ്രിയ ഇവിടെ വായോ, അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അപ്പൊ അത് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു ദിവസം എലീന എന്നെന്തോ ചുമ്മാ വിളിച്ചു, എലീന. അപ്പം അത് പെട്ടെന്ന് വിളിക്കാൻ പറ്റും, എലീന ഷോർട്ട് അല്ലേ. അപ്പൊ അതേപോലെ അവള് എന്തോ ഒരു പേര് ഇവിടെ ആദ്യം ചോദിച്ചാണ് ഈ എലീന ആരാന്ന്. അവള് പിന്നെ എന്താ പറഞ്ഞത്, വാമ്പയർ ഡയറീസിലെ ഒരു ക്യാരക്ടർ അങ്ങനെ എന്തോ ആണ് എലീന. അപ്പൊ കുഴപ്പമില്ല. പിന്നെ എനിക്കെന്ന് പറഞ്ഞാല് ഈ ബ്രിൻഡോ എന്നുള്ള പേര് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് എന്താ ബ്രിൻഡോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വരുന്നു എനിക്ക്. അപ്പൊ ഞാൻ നോക്കുമ്പോ ക്രിസ്റ്റി, എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ക്രിസ്റ്റി എന്നായിരുന്നു. അപ്പൊ ഞാൻ ആ പേര് ഭയങ്കര ഫെമിലിയർ എനിക്ക്. അപ്പൊ ഞാൻ ക്രിസ്റ്റീന്ന് പെട്ടെന്ന് വിളിച്ച ആൾക്കത് ഇഷ്ടമായി. അപ്പൊ ലീന ക്രിസ്റ്റി പ്രൊപ്പോസ് ചെയ്ത്. ഹായ് ലീന. ഹായ് ക്രിസ്റ്റി. എങ്ങനെ സുഖമായിരിക്കുന്നോ? പിന്നെ ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ? നെഗറ്റീവ് ആണെങ്കിൽ റിപ്ലൈ നെഗറ്റീവ് ആണെങ്കിൽ പതുക്കെ പറഞ്ഞാൽ മതി, ബിക്കോസ് ഒരുപാട് ഹർട്ടാവും. സോ വിൽ യു ബി മൈ ഗേൾഫ്രണ്ട്? യെസ്. ഓക്കെ കൊള്ളാം. ഇനി തിരിച്ചൊന്ന് പ്രൊപ്പോസ് ചെയ്തല്ലേ. ഹായ് ക്രിസ്റ്റി.
എങ്ങനെ പോകുന്നു അപ്പോൾ ലൈഫ് നമ്മുടെ? നന്നായിട്ട് പോകണം. എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായം. Will you be my boyfriend? Yeah, sure. എല്ലാം വളരെ പെട്ടെന്നായി പോയി. അപ്പൊ സെറ്റായി ഇവിടെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ, എന്റെ പ്രൊപ്പോസ് റീല് പോയില്ല. അതാണോ സങ്കടം? ഇല്ല, എല്ലാം സെറ്റാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഇനി വീട്ടിലെ വിശേഷങ്ങൾ പറ. എൻ്റെ വീട്ടിലെ പപ്പ, മമ്മി, അനിയത്തി. അവിടെ എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. എല്ലാരും വീഡിയോ റീൽസ് അതിലെല്ലാം എല്ലാം സപ്പോർട്ട് കണ്ടിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്താ രണ്ടുപേരുടെ? എനിക്കാണെങ്കിൽ ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകമാണെങ്കിൽ റിലീസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കുറച്ച് ഞാൻ യുക്രൈനിലാണ് പഠിച്ചത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടിയതിന് ശേഷം ജോലിക്ക് പോകണം. എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ എഞ്ചിനീയറിങ്, എയറോസ്പേസ്. അപ്പം ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പം അതിന് പോകണം. പിന്നെ ഇതിൽ സക്സസ് ആവണമെങ്കിൽ ഇത് തന്നെ നിൽക്കും. നമുക്ക് ഏണിങ്സ് കിട്ടിയാൽ മതിയല്ലോ. കൃഷ്ണപ്രിയയുടെ ഞാൻ പിന്നെ ഇപ്പൊ കറന്റ്ലി ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓ, എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെറ്റ് എഴുതണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ നെറ്റ് എഴുതി ഒരു യൂണിവേഴ്സിറ്റി ലെവലൊരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറണം. അതാണ് അതിൻ്റെ കൂടെ ഇതും കൂടെ ഒരു പാഷനായിട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പോഴത്തെ ഒരു സിനിമ അങ്ങനെ വല്ല ഇൻട്രസ്റ്റിംഗ് ആണോ? സിനിമ ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്, കിട്ടിയ ചെയ്യും. അപ്പൊ ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ തന്നെ വീഡിയോസ് എടുത്ത് ഒരു കപ്പിൾ ലൈഫ് അതാണ് ലക്ഷ്യം വെക്കുന്നത്? അല്ല, അതൊന്നും പ്ലാൻ ആക്കിയിട്ടില്ല. ഇപ്പോഴെല്ലാം അതൊക്കെ പ്ലാൻ ആക്കുന്നു. അല്ല, എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ തന്നെ ഫോക്കസ് ചെയ്യാനല്ലോ. ഇപ്പൊ ആൾക്കാരും ആളുടെ ഓൺ പ്രൊഫൈൽ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ എനിക്ക് റീച്ച് കിട്ടുന്നത് ഈ വീഡിയോയിലാണ്. അപ്പൊ ഞാൻ മെയിൻലി ഈ വീഡിയോസ് ആയിരിക്കും ഇടുക. പക്ഷെ ആൾക്ക് ആളുടെ ഒരു പ്രൊഫൈൽ ആൾ മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പല കണ്ടന്റ് ഇട്ടിട്ട്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ആൾ ഈ വീഡിയോയും കൊളാബ് ചെയ്തിടും, ബാക്കി ആളുടെ വീഡിയോസ് ഇടും. അങ്ങനെയാണ് ആളുടെ ഒരു പ്ലാൻ, നമ്മളൊരു പ്ലാൻ. ഇപ്പൊ ഇതുവരെയുള്ള ലൈഫിൽ രണ്ടുപേരും ഒരു 25 വർഷമായല്ലോ ജീവിക്കുന്നത്. ഇതുവരെയുള്ള ലൈഫിൽ ഏറ്റവും നെഗറ്റീവായിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവരുതെന്ന് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഏതായിരുന്നു? റിലേഷൻഷിപ്പിലാണ്. അല്ല, ഇതുവരെയുള്ള ലൈഫിൽ ഒരു ഭയങ്കര ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ബാഡായിട്ട് ഞാൻ യുക്രൈനെ ആ ഒരു വാറഞ്ചട നിന്നപ്പോഴാണ്. വാറഞ്ചട നിന്ന സമയത്ത് അത് ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു, അവിടെ രക്ഷപ്പെട്ട് വരുന്നതൊക്കെ. അപ്പം അവിടെ ടോയ്ലറ്റിലൊക്കെ പോകുന്ന ഭയങ്കര പാടുപെട്ട ഒരു പരിപാടിയായിരുന്നു. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ബാഡായിട്ട് ഒരിക്കലും അങ്ങനെ സിറ്റുവേഷൻ വരരുതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കൊരു സിറ്റുവേഷൻ അല്ല, ജനറൽ ആയിട്ട് ലൈഫിൽ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കാന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം ഒരു പുറമേ നിന്ന് കാണുന്നത് വെച്ച് ഭയങ്കര ജഡ്ജ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളൊക്കെ വരുന്ന കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇട്ടാൽ അവൾ വേറെ രീതിയിൽ നടക്കുക, അല്ലെങ്കിൽ എനിക്ക് അപ്രോച്ച് ചെയ്യുന്നത് മിക്കതും നമ്മളിങ്ങനെ ഇപ്പോൾ ആളുടെ ഒരു ഡേറ്റിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു തപ്പുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നൊരു മൊത്തം വെറുതെ ഒരു സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് അതിന് വേണ്ടി അപ്രോച്ച് ചെയ്യണം വരാം. അപ്പോൾ എനിക്ക് എന്നോട് തോന്നി, അയ്യോ എന്നെ ട്രൂ ആയിട്ട് ആർക്കും ഇങ്ങനെ ഐ വൈ നോട്ട് ദാറ്റ് ലവബിൾ എന്നൊരു ഫീലിംഗ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷമമായിരുന്നു ഒരാടെ. ബട്ട് ആൾ വന്ന പിന്നെ അതൊരു ഫീലിംഗ് മാറി ഓക്കെയാണ്. ആ ഒരു സിറ്റുവേഷൻ മാത്രം കുറച്ച് നെഗറ്റീവായിട്ട് അത് വെച്ചാൽ ത്രൂ ഔട്ട് ലൈഫ് ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ ഹെയർ സ്റ്റൈൽ ഞാൻ ഒരു ഡിഗ്രി തൊട്ടേ ഉള്ളത്. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഇവളിങ്ങനെ റിവീലിംഗ് ആയിട്ട് ഔട്ട്ഫിറ്റ് ഇട്ടുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നു, ഫുൾ അങ്ങനെ ഒരു മൈൻഡ് ആണെന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ എനിക്ക് അപ്രോച്ച് ചെയ്യുന്നത് മിക്കതും മെയിനായിരിക്കും. എനിക്ക് അവരെ ചിലപ്പോൾ മേ ബി ജെന്യുവൻലി ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷെ അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത് വെറുതെ ഇതിനായി വേണ്ടിയായിരിക്കും. അപ്പോൾ എനിക്കൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും. ഫസ്റ്റത്തെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഡേറ്റിംഗ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു റോങ് ചിഹ്നം കൊടുത്തിട്ട് ഊറ്റൽ. എന്താണ് അതിന് രണ്ടുപേർക്കും റെസ്പോൺസ് ചെയ്യാനുള്ളത്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് ഒരു കണ്ടന്റ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയതാണ് ഞാൻ ഇങ്ങനെ ഊറ്റി ജീവിക്കുക. ബിക്കോസ് നമ്മൾ ലിറ്ററലി എല്ലാ ബില്ലും ഒരു ഡേറ്റിംഗ് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ നമ്മളിരുന്നിട്ട് ആളെത്രക്ക് GPay ചെയ്തു, ഞാൻ എത്ര GPay ചെയ്തു എന്ന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ആളെ നിങ്ങൾ കൂടുതൽ പൈസ ചിലവാക്കണമെങ്കിൽ ഞാൻ ലിറ്ററലി ആൾക്ക് അയച്ചു കൊടുക്കും. ഇത്രക്കൊക്കെ ചെയ്തിട്ട് ഒരു കണ്ടന്റായിട്ട് എടുക്കാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ ഊറ്റിയിട്ടില്ല. എന്താ പറയാനുള്ളത്? ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തു, കാരണം നമ്മുടെ ഒരു വീഡിയോയുടെ സ്വഭാവം അനുസരിച്ച് ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള കമന്റേ വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തതാണ്. സോ എനിക്കങ്ങനെ വലിയ ഇതൊന്നും തോന്നില്ല. ഉറപ്പായിട്ടും ഇങ്ങനെ വരുമെന്ന് തോന്നി. പിന്നെ എന്തിട്ടാലും നമുക്ക് നെഗറ്റീവ് വരുമല്ലോ. അപ്പൊ ഇത് ഇത്ര നെഗറ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്നാലും ഓക്കെയാണ്. ഞാൻ ഭയങ്കര സങ്കടമല്ലേ ഊറ്റുന്ന കാരണം? ഒരുപാട് ആൾക്കാർ പറഞ്ഞു, എടാ നീ ഇങ്ങനെ കാശ് കൊണ്ട് വേസ്റ്റ് ആക്കല്, പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഗേൾസിനെ വിശ്വസിക്കരുത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഫസ്റ്റത്തെ ഗേൾഫ്രണ്ട് കല്യാണം കഴിച്ചു പോയോ? അല്ല, അതൊന്നും ഓക്കെയാണ്. കൃഷ്ണപ്രിയക്ക് തോന്നിയിട്ടുണ്ടോ ബോയ്സിനെ വിശ്വസിക്കരുതെന്ന്? ബോയ്സിനെ വിശ്വസിക്കരുതെന്ന് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അൺടിൽ ഐ മെറ്റ് ഹിം. ആള് മീറ്റ് ചെയ്യുന്ന മുമ്പ് അഫ്കോഴ്സ് എനിക്ക് ബോയ്സിനകത്ത് ഇഷ്ടമല്ലായിരുന്നു. ബിക്കോസ് വലിയ രീതിയിൽ എനിക്ക് അങ്ങനെ ബോയ്സ് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടില്ല രീതിയിൽ. ബിക്കോസ്
അവർ ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഉള്ളതാണ്, പെട്ടെന്ന് ഹേർട്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തിനിങ്ങനെ ഒരാളെ സഹിച്ച് നിൽക്കണേ, അങ്ങനെ രീതിയിലാണ്. പിന്നെ എനിക്ക് മുമ്പായാലും ക്രഷ് തോന്നിയിട്ടുള്ള ആൾക്കാരായാലും ഭയങ്കര റേജസ് ആയിരുന്നു, ഭയങ്കര ആങ്കറൊക്കെ ആവണതും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാമായിട്ടുള്ളൊരു ബോയിനെ കാണുന്നത്. ലൈക്ക് ആളുടെ പേഷ്യൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഷ്യൻ്റാണ്. ലൈക്ക് ആൾക്കെല്ലാം ഭയങ്കര കാമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കാറുണ്ട്, പക്ഷേ ആളത് ഭയങ്കര കാമായിട്ട് ഹാൻഡിൽ ചെയ്ത് വിടും. അതുകൊണ്ട് അൺടിൽ ഐ മെറ്റ് ഹിം എനിക്ക് തോന്നി ഐ ലിറ്ററലി ഹേറ്റഡ് ബോയ്സ്. ബ്രോയുടെ 2 നെഗറ്റീവ് പറയാൻ പറഞ്ഞ എന്ത് പറയും? നെഗറ്റീവ് പറയാൻ പറഞ്ഞ ഒന്നാളുടെ ഉറക്കാണ്. ഉറക്കം? അതെ, കുറച്ച് കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. ആളിപ്പോ കുറെ നാളത്തേക്ക് മിസ്സായിന്ന് വിചാരിക്കും, കുറെ നേരത്തേക്ക് മിസ്സായി. ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ ആള് പറയും ഞാൻ കിടന്നുറങ്ങി. ഇതുപോലെ റീൽ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോകും ആള്. പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങും. എന്നിട്ട് ഇപ്പം ഇരുന്ന് എഡിറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ കോളൊക്കെ ചെയ്യും. നമ്മൾ മിക്കതും നൈറ്റ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഡെയിലി സംഭവിച്ചത് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യണേ. നൈറ്റ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആൾ അതൊരു പകുതി സമയം ഉറങ്ങും. 2 മണിക്കായി ഉറങ്ങുന്നത്. 2 മണിക്ക് 3 മണിക്ക് ഞാൻ എങ്ങനെ ഉറങ്ങിരിക്കും? അതിന്റെ ഇടയ്ക്ക് ഉറങ്ങണമോ? എനിക്ക് ഉറക്കം കഴിഞ്ഞോട്ട് റീൽ എഡിറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തോ? ഉറക്കം കൂടുതലാണ്, അതാണ് ഒരു നെഗറ്റീവ്. പിന്നെ ആള് ഭയങ്കര നെവർ കെയറിങ്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കും, ആള് ഭയങ്കര നെവർ കെയറിങ് ആയിട്ട് വിടും. അതിനൊക്കെ എന്തുവാ നെവർ മൈൻഡ്. സീരിയസ്. അങ്ങനല്ല, ഇവളാണെങ്കിൽ കുറച്ചുകൂടി ഇമോഷണൽ ആണ്. എല്ലാം വന്ന് പറയുകയാണോ? ഇവളാണെങ്കിൽ കുറെ ഇമോഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയും അങ്ങനല്ല ഇങ്ങനെയാണ്. അപ്പൊ ഇവളാണെങ്കിൽ പിന്നെ അങ്ങ് പാരായണം തുടങ്ങും, ഇങ്ങനെ 2 മണി വരെ ഇങ്ങനെ സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഇവളെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഞാനങ്ങ് മറന്നു. അപ്പൊ തുടക്കം മറന്നു. ഞാൻ പറയാതെ ഇവളോട് ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് വീണ്ടും തുടങ്ങും എന്തുവാ നിനക്ക് അറിയത്തില്ലൂടാ പ്രശ്നം, അങ്ങനെ വെച്ച് തുടങ്ങും. അപ്പൊ വീണ്ടും ഇതാവും. ഞാൻ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് പോയി കിടന്നുറങ്ങും. സ്വിച്ച് ഓഫ് ചെയ്ത് തുടങ്ങും. പിന്നെ വിളിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ആള് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത ഓണാക്കത്തില്ല, രാവിലെ ഓണാക്കത്തില്ല. അപ്പൊ ഞാനും കിടന്നു. രാവിലെ ആകുമ്പോഴേക്കും പ്രശ്നം കോംപ്രമൈസ് ആയിട്ട്. രാവിലെ ആകുമ്പോ ഞാനും കുറച്ച് രാവിലെ ആകുമ്പോ അവൾക്ക് വേറെ സ്വഭാവം, അവള് എല്ലാം കൂളായിട്ടുള്ള സ്വഭാവം. ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ല, എല്ലാം പക്കയായിരിക്കും. അപ്പൊ ഞാനും ഓക്കെയാണ്. കഷ്ടം തോന്നും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ, പക്ഷെ നമുക്ക് ഉറങ്ങണ്ടേ. ഇവള് നിർത്തില്ല. ഇവർക്ക് ആ ഒരു സ്പെസിഫിക് വേർഡ് കിട്ടിയാലേ അവള് നിർത്തത്തുള്ളൂ. നമ്മൾ ഇമോഷണലി ചോദിക്കുമ്പോൾ ആളുടെ ഇമോഷണൽ റിപ്ലൈ നമ്മൾ ആഗ്രഹിക്കും. ആള് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് അതിനൊക്കെ എന്തുവാ ഇതാണ്. പിന്നെ ആൾ ലിറ്ററലി പകുതി ഉറങ്ങും. അതിൽ കിടന്നിട്ട് പകുതി ആൾക്ക് മനസ്സിലായി 2 മണിയല്ലേ, 2 മണിക്ക് ഒരാൾക്ക് ഉറങ്ങണ്ടേ? അതൊരു നീട്ടിക്കൊണ്ട് പോണ എന്തിനാണ്? ആ സ്പെസിഫിക് വേർഡ് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാ അതങ്ങോട്ട് ആദ്യം പറഞ്ഞു കൊടുക്കുക, പ്രോബ്ലം അങ്ങോട്ട് തീരും. അതാണ് മനസ്സിലാക്കേണ്ടതല്ലേ. ഓക്കെ, 2 പോസിറ്റീവ് പറയാൻ പറഞ്ഞ എന്തോ ആളുടെ പേഷ്യൻസ്. ആള് ഭയങ്കര 2 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നില്ലേ? നല്ല പേഷ്യൻസ്, ഭയങ്കര പേഷ്യന്റാ. പിന്നെ രണ്ടാമത്തെ പോസ്റ്റ് ആള് ഭയങ്കര എഫേർട്ട് ഇടും. ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾ ലിറ്ററലി പുനലൂരിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി നമ്മളെല്ലാ സൺഡേ മീറ്റ് ആക്കും. നമ്മൾ ഫസ്റ്റ് ഒരു മീറ്റ് തുടങ്ങി ഇതുവരെ എല്ലാ സൺഡേ മീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾ ലിറ്ററലി പുനലൂരിൽ നിന്ന് 2 മണിക്ക് ആൾക്ക് ട്രെയിൻ, രാത്രി 2 മണിക്ക് ട്രെയിൻ പിടിച്ച് ചിലപ്പോൾ സൺഡേ കൊണ്ട് സീറ്റൊന്നും കിട്ടില്ല. അത്രയും എഫേർട്ട് എടുത്ത് രാവിലെ 8:30 ഇവിടെ എത്തുക. അപ്പോൾ അങ്ങനെ ഇത്രയും എഫേർട്ട് ഇട്ട് വരും. പിന്നെ മെസ്സേജ് ഒക്കെ അയക്കാനായാലും നല്ലോണം എഫേർട്ട് ഇടും. അപ്പോൾ ആളവിടെ പോയാൽ എനിക്കിങ്ങനെ അപ്ഡേറ്റ് തരും, ഇവിടെയാണ് അതുകൊണ്ട് ഇത്ര പേരത്തില്ല, അങ്ങനെ എഫേർട്ട് ഇടുന്നുണ്ട്. അവിടെ എനിക്ക് ആളുടെ പേഷ്യൻസും എഫേർട്ടും നല്ല ഇഷ്ടമാണ്. ഒരൊറ്റ പോസിറ്റീവ് ഉള്ളൂ, പേഷ്യൻസ് ഉണ്ട്, എഫേർട്ടും ഉണ്ട്. ഓക്കെ, ഈ 2 ഇനി പറഞ്ഞ ഒരു നെഗറ്റീവ്, 2 നെഗറ്റീവും 2 പോസിറ്റീവും പറ. നെഗറ്റീവ് പുള്ളിക്കാരി ക്ഷമയില്ല. പെട്ടെന്ന് എന്തായാലും കേട്ടിരിക്കില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അവളുടെ ആ ഒരു ഒന്ന് കാം ഡൗൺ ആയിട്ടേ എല്ലാം കേൾക്കുള്ളൂ. പിന്നെ കുറച്ച് എടുത്തുചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും കാരണം കിട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും. അത് അവളുടെ ഒരു ആൻസർ കിട്ടുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ഉള്ളൂ, ഈ 2 ഉള്ളൂ. പിന്നെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ഫൈനാൻഷ്യലി നല്ല മെച്യൂറാണ്. അതായത് ഞങ്ങൾ മീറ്റ് ആക്കുമ്പോൾ ബഡ്ജറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പുള്ളിക്കാരി ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് വരും. വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്കും പുള്ളിക്കാരി ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് വരും. അപ്പം എല്ലാം ചിന്തിക്കും. ഫൈനാൻഷ്യലി നല്ല രീതിയിൽ മെച്യൂറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിക്കാരി എഫേർട്ടും അടിപൊളിയാണ്. അതെന്താ ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് പോവാന്ന് തോന്നിയത്? ശരിക്കും ഫിനാൻഷ്യലി മാനേജ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാം നോക്കുമ്പോൾ എല്ലാ സൺഡേയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഫുഡീസുമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെയും ഉച്ചക്കലത്തെ ഫുഡ് സേവ് ചെയ്ത് നമുക്ക് രാത്രി അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു നേരം നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കാം. അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഫുഡ് എടുത്തിട്ട് വരുന്നത്. പക്ഷെ ബ്രോട്ട് വീഡിയോയിൽ അത് പറയുന്നത് ഞാനാണെങ്കിൽ ഇട്ട വീഡിയോ എന്ന് പറയുമ്പോൾ എങ്ങനെ ഡേറ്റിങ്ങിന് പോയിട്ട് ചെലവ് ആ 2 വീഡിയോയും കാണുമ്പോൾ പക്ഷെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. കൃഷ്ണപ്രിയയുടെ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഒരു റിച്ച് സെറ്റപ്പിലാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് പോകുന്നത്.
പക്ഷെ ബ്രോയുടെ വീഡിയോയിൽ കാണുമ്പോ ചെലവ് ചുരുക്കി ഭയങ്കര കൂളായിട്ട് അത് ട്രോളുന്ന കുറെ പേരുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായോ? മനസ്സിലായി. ഞാൻ ആക്ച്വലി ഇത് കണക്റ്റഡ് ആക്കേണ്ട വീഡിയോ അല്ലായിരുന്നു. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട വീഡിയോ ആണ്. എങ്ങനെ ചെലവ് ചുരുക്കാം ഇട്ടപ്പോ നമ്മള് റെക്കഗ്നൈസ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇത്രയും പേര് അതെന്താന്ന് വെച്ചാ എല്ലാ ഓഡിയൻസും കൃഷ്ണപ്രിയയുടെ ബോയ് ഫ്രണ്ട് ആരാന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റ് ഈ വീഡിയോയും വരുന്നത്. അതിലാണ് ഫേസ് ഉണ്ട്, പക്ഷെ അതിൽ ഇവളുടെ അധികം കാണിച്ചിട്ടില്ല. ഓ അങ്ങനെയാണല്ലേ നെയിൽ പോളിഷും ടിഫിനും കണ്ട് റെക്കഗ്നൈസ് ചെയ്തവരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് ഒരു വീഡിയോയുടെ പിന്നാലെ എത്ര ആൾക്കാർ അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു വീഡിയോയുടെ പിന്നാലെ ഇത്രയും എനിക്ക് DM വരാറുണ്ടായിരുന്നു, കള്ള കണ്ടുപിടിച്ചിട്ട് അതിന്റെ അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു. കൃഷ്ണപ്രിയയുടെ അടുത്തറിയുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നീ തന്നെ അല്ലേ? അതെ അതെ, എന്റെ ഫ്രണ്ടൊക്കെ അയച്ചിട്ട് ചോദിച്ചാ നീയല്ലേ. ലൈക്ക് അപ്പഴാണ് ഞാൻ ലൈക്ക് എല്ലാ ഈ എന്റെ വീഡിയോ കണ്ട് എല്ലാവരുടെയും ഫീൽഡിൽ ഇവന്റെ വീഡിയോസും പോയിട്ടുണ്ട്. അത് അൽഗോരിതം ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സൺഡേയും വീട്ടിൽ നിന്ന് വരുമ്പോ മമ്മീനോട് പറയോ പുള്ളിക്കാരിനെ കാണാൻ വേണ്ടിട്ട്? അല്ല, ഞാനാണെങ്കിൽ കൊച്ചി എനിക്ക് വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ ഇങ്ങനെ വരാറുണ്ട്. ഇതിന് മുന്നേ ആയാലും ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. കാരണം പുനലൂർ അത്രയും ഒരു ഫുഡിന്റെ സംഭവം ഇല്ല. അപ്പൊ ഇവിടെ ഫുഡ് അടിക്കാനൊക്കെ ആയിട്ട് വരുമായിരുന്നു. അപ്പം പിന്നെ ഇത് കൺസ്റ്റന്റ് ആയിട്ട് വരാൻ തുടങ്ങി. വീട്ടുകാർ വിചാരിച്ചാൽ ഫുഡ് അടിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ എല്ലാ വീഡിയോ കൂടെ വീട്ടുകാർ കാണുവേ. ഇങ്ങനെയൊക്കെ വാങ്ങി തന്നാൽ മാത്രമേ ഗ്രീൻ ഫ്ലാഗ് ആകുള്ളൂലേ? ഇങ്ങനെയൊക്കെ വാങ്ങി തന്നെ ഫുഡ് മേടിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ബ്രോ ഇവൾക്ക് മേടിച്ചു കൊടുക്കുന്ന വീഡിയോസ് കണ്ടിട്ടായിരിക്കും കൃഷ്ണപ്രിയ ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് വീഡിയോസിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആൾ ലിറ്ററലി എനിക്ക് കുറെ ഐസ്ക്രീം, ഡെസേർട്ട്, കേക്ക്, ഡ്രസ് എടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ലൈക്ക് ആൾ എനിക്ക് ഇതുവരെ ഒരു ഷുഗർ ആയിട്ടുള്ള ആൾ എനിക്ക് എന്റെ ഷുഗർ കഴിക്കാൻ ഒട്ടും സമ്മതിക്കാത്ത ഒരാളാണ്. അതിലൊക്കെ ഭയങ്കര ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഐസ്ക്രീമിലാണെങ്കിലേ പാം ഓയിൽ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ എന്തിനെ ഇവിടെ ഒരുപാട് ഐസ്ക്രീം കഴിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ ഇരിക്കുമ്പം കഴിക്കണ്ട എന്നൊരു സംഭവം. ലൈക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ എന്നാലും ഞാൻ ഫോഴ്സ് ചെയ്യില്ല. എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ലൈക്ക് അപ്പൊ ഞാൻ വെക്കുമ്പോൾ ഒരു ഐസ്ക്രീം പോലും മേടിച്ചു തരാത്ത ഒരാള് ഇത്രയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വെറുതെ കണ്ടന്റിന് വേണ്ടി ഇട്ടതാണ്. പിന്നെ ഡ്രസ്സിന്റെ കാര്യമായാലും ഞാൻ പറയട്ടെ, ആളെന്റെ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു തന്നെ. അതല്ലാണ്ട് വെറുതെ ആളെ ഡ്രസ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു ബ്ലാക്ക് ഡ്രസ്സും റെഡ് ഡ്രസ്സും വെച്ച് കാണിച്ചത് രണ്ടും മേടിച്ചിട്ടില്ലേ? കണ്ടന്റ് ഇറക്കുക ഇറങ്ങി അങ്ങനെ ഒരു ബില്ലിന്റെ എമൗണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കണ്ടപ്പോ ഓർത്തു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു. ഇല്ല അല്ലേ? ആള് ബർത്ത്ഡേക്ക് ഡ്രസ്സ് മേടിച്ചു തന്നിട്ടായിരുന്നു. സത്യങ്ങളൊക്കെ ഇപ്പോഴാ പുറത്തു വരുന്നത്. അല്ലാതെ ശരിക്കും ഒരു ഗ്രീൻ ഫ്ലാഗ് അപ്പൊ എങ്ങനെ ചൂസ് ചെയ്യും? എനിക്ക് ഞാൻ പറഞ്ഞ ആളുടെ എഫേർട്ട് നല്ല രസം, ആളുടെ കെയറിങ്. ഇപ്പൊ ഫസ്റ്റ് മീറ്റിൽ തന്നെ ആളിപ്പോ ഇതൊക്കെ ടെസ്റ്റുകളാണ്. പക്ഷെ ഇപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫസ്റ്റ് തന്നെ ഓട്ടോയിൽ കയറ്റിട്ടാണ് ആള് കയറുക. അതെപ്പോഴും അങ്ങനെ ഞാൻ അത് ടെസ്റ്റിന്റെ ഭാഗമല്ല. അതിപ്പോ ഒരു എന്നെ എപ്പോഴും ഹാൻഡൊക്കെ പിടിച്ചിട്ടാണ് നടത്തുക. എലിവേറ്ററിലായാലും ഞങ്ങൾ സംഭവം എനിക്ക് ആള് പറഞ്ഞ കത്തുക. ഞാൻ നമ്മൾ എലിവേറ്ററിൽ കയറുമ്പോൾ ആൾ ഇട്ടല്ലേ പിടിച്ചിട്ട് ഫ്രണ്ടിലെത്തി. അപ്പം ഞാൻ വിചാരിക്കും ചെയ്തു ഇവരെന്താ ഫ്രണ്ടിൽ ഇരുന്നത്. അപ്പോൾ ആണ് പറഞ്ഞത് ഇങ്ങനെയാണ് നിൽക്കണ്ടേ. ലൈക്ക് ഈ ടെസ്റ്റുകളൊക്കെ വൺ ഓഫ് ദി അതർ വേ ആള് ചെയ്തതാണ് ഫസ്റ്റ് മീറ്റിൽ. അങ്ങനെ ഞാൻ ആൾറെഡി ഇംപ്രസ് ആയത്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഇൻസ്പയർ ആയി കണ്ടന്റ് ആയിട്ട് ഇറക്കി. പക്ഷെ ബ്രോ ഇതൊക്കെ നോർമലി ചെയ്യുന്നതല്ലേ? ഞാൻ യുക്രൈനിൽ സമയത്ത് നമ്മൾ അവിടെ ആണെങ്കിൽ പെട്ടെന്ന് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളാണെങ്കിൽ ലൈനായിട്ടാണ് നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് പെൺപിള്ളേർ ഫ്രണ്ടിൽ നിർത്തുക, എന്നിട്ട് സൈഡിൽ കൂടെ ധൃതി പിടിച്ച് പോകേണ്ട ആൾക്കാർ എലിവേറ്ററിൽ കൂടെ പെട്ടെന്ന് പോവാം, എസ്കലേറ്ററിലൂടെ പെട്ടെന്ന് കയറി പോവാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫ്രണ്ടിൽ നിൽക്കി ധൃതിയുള്ള ആൾക്കാർ പെട്ടെന്ന് കയറി പോട്ടെ. ഒരു ലൈൻ പോലെ നിൽക്കാന്നുള്ള നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കെയറിങ്. എന്നൊക്കെ പിടിച്ചിങ്ങനെ ഫ്രണ്ടിൽ കയറുക കൊള്ളാലോ. അതാണ് ഞാൻ പിന്നെ ഓട്ടോയിലായാലും ഫസ്റ്റ് കയറ്റും, എപ്പോഴും ഇങ്ങനെ കൈ പിടിക്കും. കാരണം എനിക്കതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആദ്യം ഒരാളെൻ്റെ കൈക്കിങ്ങനെ പിടിച്ചിങ്ങനെ നടക്കണേ. അപ്പൊ അതൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടമായ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഞാൻ അതൊരു വീഡിയോ പോലെ ഇങ്ങനെ ഇറക്കി. ആ വീഡിയോ ആണ് ഇത്രയും പണി തന്നേന്ന് ഇങ്ങനെ കയറി വൈറലായി. നെക്സ്റ്റ് ഒരു ഫൺ കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ പേരാണ് ടെസ്റ്റർ കണ്ണപ്പൻ. കണ്ടിട്ടുണ്ടായിരുന്നു? എന്ത് തോന്നി ആദ്യം കമന്റ് കണ്ടപ്പോ? അതൊന്നും തോന്നില്ല, എനിക്ക് സന്തോഷം തോന്നി. അങ്ങനെ എനിക്ക് ചിരി വന്നായിരുന്നു. എന്റെ സിസ്റ്ററും കണ്ടു, അവളും ചിരിച്ചു, ഞാനും ചിരിച്ചു. ഫണ്ണായിട്ട് ഞാൻ എല്ലാം എടുക്കാറുള്ളൂ. എല്ലാ കമന്റ്സും ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ, ഹേറ്റായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു കമന്റ് വന്നത് ബോയ് ഫ്രണ്ട് എന്ന്, പിന്നെ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ട് അടിമ. അതൊക്കെ ഓരോരുത്തരിട്ട് പോയിട്ടുണ്ട്. പറ്റിയെന്ന് പറഞ്ഞാലും ഞാൻ പറയട്ടെ, അതിപ്പോ എനിക്ക് ജനറൽ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലുള്ളൊരു എനിക്ക് തോന്നിയിട്ടുള്ളതാട്ടോ. എനിക്ക് എത്രത്തോളം മറ്റുള്ളവർക്ക് തോന്നിയിട്ടുള്ളതല്ല. ആസ് എ ഗേൾ, നമ്മുടെ കേരളത്തിലൊരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനന്റ് സൊസൈറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഗേളിന്റെ ഡ്രീമിനെ സപ്പോർട്ട് ചെയ്യണ ഒരാള്, അല്ലെങ്കിൽ ഒരു ഗേളിനെ കൂടെ നിൽക്കണ ഒരു ബോയ് അപ്പൊ പെൺകോന്തനാക്കി ലിറ്ററലി എങ്ങനെ പോയാലും അവനൊരു അടിമ അല്ലെങ്കിൽ ഒരു പെൺകോന്തൻ, ആ ഒരു നിലയിലാണ് ആൾക്കാർ കാണുക. ഇപ്പോൾ ഒരു ഗേളിനെ സപ്പോർട്ട് ചെയ്താൽ കൂടി അല്ലെങ്കിൽ ഒരു വൈഫ് ഒരു നാലാൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളെ സപ്പോർട്ട് ചെയ്താൽ അവൻ പെൺകോന്തനായി. ലൈക്ക് അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ലൈക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു
അടിമത്തോ അതൊരു പാർട്ട്ണർഷിപ്പാണ്, മനസ്സിലായില്ലേ? അത് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടായിരുന്നു. ലൈക്ക് അത് ഭയങ്കര എനിക്ക് ഇപ്പോഴും മൈൻഡിലുണ്ട്. ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അപ്പൊ ആ കമന്റ് കാണുമ്പോഴും നെഗറ്റീവ് ആണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒരു അടിമയല്ല, ഒരാൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ അത് അവരുടെ ചോയ്സാണ്. അവന് അത്ര ഇഷ്ടമായിട്ടായിരിക്കും കൂടെ നിൽക്കുന്നുണ്ടാവും. അത് മനസ്സിലാക്കാതെ ഈ അടിമ എന്നൊക്കെ കാണുന്ന ഭയങ്കര ബാഡാണ്. പക്ഷെ ഞാൻ യൂസ്ഡ് ആയി. നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ എനിക്ക് ഫസ്റ്റ് ആ വീഡിയോ അയച്ചു വന്നപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തന്നെ എക്സ്പെക്ട് ചെയ്തു. ഞാൻ ഈ സംഭവം ഇങ്ങനെ ഒരു കമന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കാരണം ഇങ്ങനെ തന്നെ കമന്റ് വരും, നല്ല ഫണ്ണി ആയിട്ടുള്ള കമന്റ്, ആൾക്കാർ ഇങ്ങനെ ലൈക്ക് കൂടുതൽ കിട്ടുന്ന തരം കമന്റ് ഒക്കെ. അപ്പൊ ഇത് ഓൾറെഡി ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് വിചാരിക്കുന്നത്. സോ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിന്റെ ഒരു മൈൻഡിൽ എടുത്തിട്ടുള്ളൂ. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനൊരു ടാസ്ക് തരാണ്. മേക്ക് എ സീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളൊരു സീൻ ഉണ്ടാക്കും? ദേഷ്യപ്പെട്ട ഒരു സീനോ? അതെ. ഞാൻ 11 മണിക്ക് വരാൻ പറഞ്ഞതല്ല, സമയം ഇപ്പൊ എത്രയായി നോക്ക്, 12:30. എവിടെ 11 മണിക്ക്? ഞാൻ 11 മണിക്ക് കോൾ ചെയ്യാൻ പറഞ്ഞതല്ല. അത് അന്ന് കുറച്ച് തിരക്കായി പോയതാ. ഒരാള് 12:30 വരാൻ പറഞ്ഞ അതിനൊരു വാല്യൂ കൊടുത്തൂടെ? നാളെ വരാം. നാളെ വന്നിട്ട് കാര്യമുണ്ടോ? ഇപ്പഴല്ല വരാൻ പറഞ്ഞ, അപ്പൊ അതിനൊരു വാല്യൂ കൊടുത്തൂടെ? എന്റെ വാക്കിനപ്പോ ഒരു വാല്യൂ ഇല്ലേ? നാളെ വരാടി. നാളെ ഇതിപ്പോ എത്രാമത്തെ നാളെ വരുന്നു? ഒരു കാര്യം പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ അറിയത്തില്ലേ? ഇനി മുതലെല്ലാം ഇതിഞ്ഞല്ലേ എല്ലാ വട്ടവും പറയല്? അത് ഞാൻ ആലോചിക്കും. ഒരാളൊരു എഫേർട്ട് ഇട്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ കഴിച്ച് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നിനക്കൊരു എഫേർട്ട്, ഒരാൾ പറയണ വാക്ക് ഞാൻ വെറുതെ കിടന്ന് പറഞ്ഞതാണോ 11 മണിക്ക് വരാൻ? അല്ലെ, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ സൊല്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത തെറ്റല്ലേ, അത് അംഗീകരിച്ചു. ഞാൻ അംഗീകരിച്ചു. നാളെ റിപ്പീറ്റ് ചെയ്യും. ഇല്ല, റിപ്പീറ്റ് ചെയ്തില്ലല്ലോ. എല്ലാ വട്ടവും റിപ്പീറ്റ് ചെയ്തില്ലല്ലോ. നാളെ അപ്പൊ ഞാൻ പറയാ ഒരു വാല്യൂ ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന വാക്കിനൊന്നും ഒരു വാല്യൂ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ നാളെ എന്താ ഇന്ന് 11 മണിക്ക് വരാൻ? എന്താ ഇവളിങ്ങനെ തന്നെ രാത്രി 2 മണിക്ക് വേണം. ഓക്കെ, ഇനി ഞാനൊരു സിറ്റുവേഷൻ പറയട്ടെ. കൃഷ്ണപ്രിയ കുറേ ടെസ്റ്റ് തന്നു, അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിർത്തണം, ഈ ടെസ്റ്റ് എങ്ങനെയും ഒക്കെ നിർത്തണം. ആ ഒരു സിറ്റുവേഷൻ ആണെച്ചെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യും? എടി, എനിക്ക് ടെസ്റ്റ് ഒന്നും പറ്റത്തില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് വീഡിയോ അയക്കുമ്പോൾ നിന്നോട് ചോദിച്ചിട്ടുള്ള വീഡിയോ പോസ്റ്റ് ഇടുന്നത് ഇല്ല, ഇനി എനിക്ക് പറ്റത്തില്ല. കാരണം ആൾക്കാരെ പലതും പറയുന്നത് എനിക്ക് ആൾക്കാരെ മൈൻഡ് ആക്കേണ്ട കാര്യം എന്താ? ആൾക്കാരാണോ ചെലവിന് തരുന്നത്? അങ്ങനല്ല, പക്ഷെ എനിക്കൊരു വാല്യൂ ഇല്ലയോ? എന്ത് വാല്യൂ? എടിയ, പബ്ലിക്കിലെ ഒരു ഇമേജ് ഇല്ലേ? ഇതൊക്കെ നീ എന്നല്ല പറഞ്ഞു. ഇപ്പൊ നെഗറ്റീവ് ആയത് നാളെ പോസിറ്റീവ് ആക്കാന്ന്. എനിക്ക് കുറച്ച് സമയം എന്താ, ഇത് പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിർത്തുന്നത് നിർത്തിയേ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാരെ ടെസ്റ്റർ ആരെങ്കിലും പറഞ്ഞു തന്നതായിരിക്കും. അല്ല, ആരും പറഞ്ഞൊന്നുമില്ല. എടാ, ഇതൊരു ക്ലോഷർ കൊടുത്ത് നിർത്തണം, അല്ലെങ്കിൽ കാണുന്നവരെന്താ വിചാരിക്കുക? പൊട്ടന്മാരോ? ഇല്ലടി, ഇത് ഇവിടെ നിർത്താം. കാരണം ഒരുപാട് ആൾക്കാർ വളരെ ബാഡ് ആയിട്ടുള്ള ബാഡ് ആയിട്ട് ഇട്ടോട്ടെ. അതിനിപ്പോ എന്താ? നീ തന്നെ മറ്റുള്ളവരുടെ കമന്റ് നോക്കാൻ നിൽക്കുന്നത്? എടി, ഞാൻ എന്തോ പബ്ലിക്കലി അത്ര കോൺഷ്യസ് ആണ്, അതുകൊണ്ട് ചിലപ്പോ ആയിരിക്കും. പബ്ലിക് ആണെന്ന് എനിക്ക് ചെലവ് അതല്ല, പക്ഷെ എന്നാലും എന്നെ ആൾക്കാർ ഇപ്പൊ വിളിക്കുന്ന ടെസ്റ്റർ കണ്ടപ്പോ എന്നാ ഒരു ചെവി കൂടെ കേട്ട് വേറെ ചെവി കൂടെ വിടണം. എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ എവർ കെയർ ആയ ഒരു ഇൻഫ്ലുവൻസർ അല്ലേ ഇങ്ങനെ കെയർ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എങ്ങനെയാ? എന്തോ നമുക്ക് ഇവിടെ നിർത്താം പ്ലീസ്. റിലേഷൻഷിപ്പ് അല്ല, എന്തോ ഈ ടെസ്റ്റിങ് ഭയങ്കര ഓവറായിട്ട് വരുന്നുണ്ട്. ക്ലോഷർ കൊടുത്ത് നിർത്താം. 2-3 വീഡിയോ കൂടെ ഞാൻ ഇടട്ടെ. കറക്റ്റ് 2-3 വീഡിയോ, ഒരു 3-4 വീഡിയോ, 3 വീഡിയോ, ഒരു 5 വീഡിയോ. പിന്നെ ക്ലോഷർ കൊടുക്കണ്ടേ? 5 വീഡിയോ പറ്റില്ല, 2 വീഡിയോ, 4 വീഡിയോ, 4 വീഡിയോ. 4 വീഡിയോ പറ്റത്തില്ല. ഞാൻ വരത്തില്ല. ഞാൻ ഇനി വരത്തില്ല. ഞാൻ ഇനി ആണെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ നീ അല്ലെങ്കിൽ വേറെ കൊണ്ട് ചെക്കൻ ഇപ്പൊ കരയൂട്ടോ, സങ്കടാവും. ഇത് പാര പറഞ്ഞു കൊടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്ന് പറയുന്നത്. കഴിഞ്ഞു, ക്യാരക്ടർ പുറത്തു. ഈ ടെസ്റ്റ് ഒന്നും അല്ലാതെ നോർമലി ഒരു ഗേൾ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുമ്പോ എന്തൊക്കെ കോൺസെപ്റ്റ് ആയിരിക്കും നോക്കുക? എനിക്കുള്ള കോൺസെപ്റ്റോ? എനിക്കാണെങ്കിൽ കുറച്ച് അംബീഷ്യസും കുറച്ച് ക്ഷമയുള്ള ഒരു പെൺകുച്ച വേണം. അങ്ങനെ സംഭവമാണ്. കൃഷ്ണപ്രിയ അതല്ലേ? പുള്ളിക്കാരിക്ക് ക്ഷമ കുറച്ച് കുറവുണ്ട്, പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ജെന്യൂൻ ആണ്. എല്ലാ കാര്യം ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയും. അങ്ങനെ ഞാൻ കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള, കുറച്ച് ജെന്യൂൻ ആയിട്ടുള്ള, എന്തൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ എനിക്കെന്നല്ല, മിക്ക ഗേൾസിനും ഇംപ്രസ് ചെയ്യുക ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബോയിനെ കാണുമ്പോൾ ആളുടെ എഫേർട്ടാണ്. അത് ആളിലും ഞാനില്ല. എനിക്കൊരു സങ്കടം തോന്നും ഇങ്ങനെ രാത്രിയൊക്കെ. അതും ഇപ്പം മഴയൊക്കെ അല്ലേ, മഴയത്തൊക്കെ ഇങ്ങനെ രാത്രി. അത് ആളുടെ വീടിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അത്യാവശ്യം 4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ആളുടെ ഫ്രണ്ടൊക്കെ പിക്ക് ചെയ്യാൻ കൊണ്ടുവരാം. ഫ്രണ്ട് അല്ലെങ്കിൽ ആൾ ഇട്ടിൽ നടക്കും 4 കിലോമീറ്റർ. അപ്പൊ അങ്ങനെ നടക്കോ? ഇതുവരെ നടക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഇന്ന് വിചാരിച്ചു, ഇന്നലെ വിചാരിച്ചു അവൻ വരില്ലെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നൈസായിട്ട് എടുത്ത് ഇറങ്ങി നടന്ന് കുറച്ച്. പക്ഷെ അവൻ പറഞ്ഞു വരും കേട്ടോ.
ലൈക്ക് ആ പകുതി ലൈക്ക് ആളെപ്പോഴും നടക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ ചേച്ചി ഫ്രണ്ട് വന്നെങ്കിൽ അപ്പോൾ നടക്കും. ലൈക്ക് അത്രയ്ക്കൊക്കെ എഫേർട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആളുടെ പേഷ്യൻസ്, ലൈക്ക് നമ്മൾ ഗേൾസ് പൊതുവെ ഇമോഷണലാണ്, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഓപ്പോസിറ്റുള്ള ആളും ഭയങ്കര ആയാൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാവും കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മളൊന്ന് കാമാക്കാൻ പറ്റുന്ന ഒരാൾ, ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ലല്ല. ഇപ്പൊ ഇങ്ങനെ വീഡിയോയിൽ വന്ന് റീച്ച് ആയ കാരണം തന്നെ എല്ലാ ഓഡിയൻസിന്റെ മനസ്സിലും നിങ്ങളുടെ രണ്ടുപേരും ഉണ്ട്. അപ്പൊ ഇനി പുറത്തിറങ്ങുമ്പോഴായാലും കൃഷ്ണപ്രിയയുടെ ബോയ് ഫ്രണ്ട് ആണ് എപ്പോഴും ബ്രിൻഡോ, അതുപോലെ തന്നെ തിരിച്ചു അങ്ങനെ ഒരു കോൺസെപ്റ്റിലെ ആൾക്കാർ നോക്കത്തുള്ളൂ. അത് ഏതെങ്കിലും ഒരു ടൈമിൽ നെഗറ്റീവ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്കിതൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ. ഇപ്പൊ നാട്ടുകാർ അവരാ പലരും വിചാരിക്കും നാട്ടുകാർ പറയുന്ന ഒന്നൊക്കെ അറിയാത്ത ആളാണ് കൃഷ്ണപ്രിയ പറഞ്ഞു. ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ലൈക്ക് ഒരു ബോയ് ഫ്രണ്ടാണ്. എനിക്ക് ഒന്നാമത് ഒരാളുടെ ബോയ് ഫ്രണ്ട് എനിക്കൊരു ഇമാജിനേഷൻ ഞാൻ അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഒരാളെ ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായ ലൈക്ക് ഇതുപോലെ ആളുടെ കൂടെ ഇന്റർവ്യൂവിന് ഇരിക്കണം, മാനിഫെസ്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കിതൊക്കെ ലൈക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആക്ച്വലി ഭയങ്കര സന്തോഷമാണ്. ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെ നടക്കുന്നുണ്ടെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ്ഡ് അല്ല. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇപ്പൊ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ ആൾക്കാർ ഡേറ്റിന് വിളിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് ആരെങ്കിലും പറയില്ലേ ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കുക അവളതിനെ കുറിച്ച് എന്നുള്ള ഒരു തോട്ട് വന്ന ഫാമിലിയിൽ എന്തെങ്കിലും? അമ്മ ഓൾറെഡി ഒരു യൂട്യൂബർ ആണ്. അപ്പൊ അമ്മ ഇതിനൊക്കെ ഭയങ്കര കൂളാണ്. ലൈക്ക് പിന്നെ അമ്മയ്ക്ക് അറിയാം ഞാൻ എന്തൊക്കെ ചെയ്താലും ലൈക്ക് ഞാനിപ്പോൾ പഠിച്ചു, ഒരു ജോബ് നേടി, ഞാൻ എൻ്റെ ലൈഫ് സെറ്റായിട്ട് നോക്കും. അപ്പൊ എന്തൊക്കെ വന്നാലും അവളുടെ ലൈഫ് വെച്ച് കളിക്കില്ല എന്നൊരു വിശ്വാസം അമ്മയ്ക്കുണ്ട്. അതിനെ ഇതുവരെ തെറ്റിച്ചിട്ടില്ല. രണ്ടുപേരും സെയിം ഏജ് ആണോ? അപ്പൊ എനിക്ക് 25 ഇവക്ക് 24. അത് കാരണം അമ്മേനെ കൺവിൻസ് ചെയ്യാനും ഈസിയാണ്. കുഴപ്പമില്ല. അമ്മ ഭയങ്കര കൂളാണ് ഒന്നാമത്. ആരെന്നെ വീട്ടിൽ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടായിട്ടുള്ള? എൻ്റെ വീട്ടിൽ കുഴപ്പമില്ല, പക്ഷേ ബന്ധുക്കള് അങ്ങനെ കുറെ പരിപാടിയില്ല. അവരിങ്ങനെ ഇടയ്ക്ക് അമ്മോട് ചോദിക്കും മോൾ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് മോൾ എന്തെങ്കിലും നടക്കുന്നത്. അപ്പം അമ്മ അത് ചിലപ്പോൾ എനിക്ക് ഹേർട്ട്, അമ്മ ഇങ്ങനെ എന്നോടൊന്ന് പറയും അവരിങ്ങനെ ചോദിച്ചു ഇവരിങ്ങനെ ചോദിച്ചു. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഹേർട്ട് ആവാറുണ്ട്. കാരണം നമ്മുടെ പാരൻസിന് ഇല്ലാത്ത വിഷമമാണ് ഇവർക്ക്. അപ്പം പിന്നെ പക്ഷെ കുഴപ്പമില്ല. അമ്മ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എൻ്റെ ലൈഫ് നോക്കിയാൽ മതി അങ്ങനെ പറയുമ്പോൾ പിന്നെ ഓക്കെയാണ്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. വേറെ കുറേ വീഡിയോസിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരിക്കും വെയിറ്റിംഗ് ഫോർ പ്രഗ്നൻസി ടെസ്റ്റ്. കണ്ടിട്ടുണ്ടായിരുന്ന? ലൈക്ക് എനിക്ക് കണ്ടന്റിനോട് അതെന്തായാലും പോസിബിൾ അല്ലാത്തൊരു കണ്ടന്റ് ആയി പോലത്തല്ലേ കമന്റ് ആയിട്ട് തോന്നി. കാരണം ഒന്നാമത് ഞാനങ്ങനെ നമ്മളൊരു ഡേറ്റ് ചെയ്യണ ഒരാളുമായിട്ട് അങ്ങനെ ഫിസിക്കലി അങ്ങനെ ഇൻവോൾവ് ചെയ്യണേലും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ വീട്ടിലൊരു അർത്ഥമില്ല. കാരണം അത് പോസിബിൾ അല്ല സംഭവം. ഞാൻ അത്രേ കാണുന്നുള്ളൂ. അത് പോസിബിൾ അല്ലല്ലോ. ബാക്കി എന്ത് ടെസ്റ്റ് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒക്കെ ഞാൻ റിപ്ലൈ ഇടാറുണ്ട്, ഈ ടെസ്റ്റ് ആണെങ്കിൽ പരിഗണിക്കാം, ഓക്കെ നമുക്ക് നോക്കാം. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ അയ്യോ ഇതിപ്പോൾ എങ്ങനെ ചെയ്യും, അങ്ങനെ തോട്ടാണ് എനിക്ക്. അപ്പോൾ ഇനി എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ പ്ലാൻഡ് ആയിരുന്നു എന്ന്. അപ്പോൾ കുറേ പേരുടെ തെറ്റിദ്ധാരണ തീരും. എന്തായാലും ഇനിയും നല്ല കണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോകും. രണ്ടുപേർക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.